Hello everyone. Today we are going to discuss about what is idioms. എന്താണ് idioms? Idiom means ഭാഷാ ശൈലി. നമ്മൾ ഭാഷയിൽ ഒരുപാട് ശൈലികൾ യൂസ് ചെയ്യാറുണ്ട്. മലയാളത്തിലായാലും ഇംഗ്ലീഷിലായാലും ഒക്കെ എന്താണ് അത്തരത്തിലുള്ള ശൈലികൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഭാഷാ ശൈലിയെയാണ് എന്തെന്ന് പറയുന്നത്? ഇഡിയംസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്താണ് ഇഡിയംസ് എന്നതിൻ്റെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ പാർട്ട് കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് ഭാഗമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പേജ് നമ്പർ 44 എക്സസൈസ് 1 ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിലൊരു സ്റ്റോറി കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് എന്താ ഇഡിയംസ് കണ്ടെത്തിയിട്ട് അണ്ടർലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഒരു പാസേജ് കൊടുത്തിട്ട് അല്ലെങ്കിൽ എന്താണ് ഒരു സെൻറ്റൻസ് കൊടുത്തിട്ട് അതിൽ നിന്ന് ഇഡിയംസ് കണ്ടെത്താൻ പറയുകയാണ്. അങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ എങ്ങനെയാണത് കണ്ടെത്തുക? അപ്പോൾ ടെക്സ്റ്റിൽ തന്നെ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു എക്സാമ്പിൾ ഞാനിപ്പോൾ പറഞ്ഞു തരാം. ഈ എക്സാമ്പിൾസൊക്കെ മുന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. എങ്കിൽ കൂടി ഒന്നുകൂടി ഞാനൊന്ന് അത് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഒരു എക്സാമ്പിളാണ്. ഇൻ ദി ഫസ്റ്റ് 2 weeks I was like a fish out of water at the college hostel. In the first 2 weeks I was like a fish out of water at the college hostel. ഈ സെൻറ്റൻസിൽ ലൈക്ക് എ ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ ആണ് എന്ത്? ഇഡിയംസ് അല്ലേ? അതെങ്ങനെയാണ് നമ്മളിപ്പോൾ ഒരു സെൻറ്റൻസിൽ നിന്ന് ഇഡിയംസ് കണ്ടെത്തുക? ഈ സെൻറ്റൻസിൻ്റെ മീനിങ് നമുക്കൊന്ന് നോക്കാം. ഇൻ ദി ഫസ്റ്റ് 2 weeks ആദ്യ 2 ആഴ്ചകളിൽ, ആദ്യത്തെ 2 വീക്കിൽ ഐ വാസ് ലൈക്ക് എ ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ അറ്റ് ദി കോളേജ് ഹോസ്റ്റൽ. ഐ വാസ് ലൈക്ക് ഞാനായിരുന്നു എന്ത് പോലെ? ലൈക്ക് എ ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ. ഒരു മീനിനെ പിടിച്ചിട്ട് നമ്മൾ വെള്ളത്തിൽ നിന്ന് ഒരു മീനിനെ പിടിച്ച് പുറത്തേക്ക് ഇട്ടാൽ എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ? അതൊരിക്കലും കംഫർട്ട് ലെവലിലല്ല. അപ്പോൾ എന്താ ആ മീൻ? അപ്പോൾ ആ ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ എന്നാണ് ഈ ഒരു സെൻറ്റൻസിൽ പറയുന്നത്. അപ്പോൾ വെള്ളത്തിൽ നിന്നെടുത്ത് പുറത്തേക്കിട്ട മീൻ. അപ്പോൾ അതെന്താണ്? ഒരു ശൈലിയെയാണ് കാണിക്കുന്നത്, ഒരു പ്രയോഗമാണ് ഭാഷയിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഭാഷാ ശൈലിയെയാണ് എന്തെന്ന് പറയുന്നത്? ഇഡിയംസ് എന്ന് പറയുന്നത്. അപ്പോൾ ലൈക്ക് എ ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ എന്ന ഇഡിയത്തിൻ്റെ മീനിങ് എന്താണ്? അൺകംഫർട്ടബിൾ സിറ്റുവേഷൻ, ദെൻ ഫെൽറ്റ് സ്ട്രെയിൻസ് എന്നതൊക്കെ ഏത് ലൈക്ക് എ ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ എന്ന ഇഡിയത്തിൻ്റെ മീനിങ് ആണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഒരു ഇഡിയം സെൻറ്റൻസ് കൊടുത്തിട്ട് അല്ലെങ്കിൽ പാസേജ് കൊടുത്തിട്ട് ഇഡിയംസ് കണ്ടെത്തേണ്ടത് എന്ന് മനസ്സിലായല്ലോ. ഭാഷയിൽ യൂസ് ചെയ്യുന്ന ശൈലി, പ്രയോഗമാണ് എന്ത്? ഇഡിയംസ്. ഓക്കെ, എന്നാൽ നമുക്കിനി പേജ് നമ്പർ 44 എക്സസൈസ് 1 നോക്കാം. ദി ഇൻവെൻറ്റേഴ്സ് ലെസൺ. ഒരു സ്റ്റോറിയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് എന്താ ഇഡിയംസ് കണ്ടെത്തിയിട്ട് അതിന് താഴെ അണ്ടർലൈൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, മൈ ഫ്രണ്ട് George spent a number of years as a customer service assistant in a computer company. By the time he was 35, he realized that his financial condition was improving at a snail pace. Snail pace ഇതെന്താണ്? ഒരു ഇഡിയമാണ്. സ്നെയിൽ എന്ന് വെച്ചാൽ എന്താണ്? ഒച്ച്. സ്നെയിൽ സ്പേസ്, ഒച്ചിൻ്റെ വേഗത എന്നാണ് ഇവിടെ എന്ത്? ഫിനാൻഷ്യൽ കണ്ടീഷനെ കമ്പയർ ചെയ്തിട്ടുള്ളത്. ഒച്ചിൻ്റെ വേഗത എന്ന് പറയുമ്പോൾ എന്താണ്? അതിൻ്റെ മീനിങ് എന്തായിരിക്കും? സ്നെയിൽ പേസ് എന്ന ഇഡിയത്തിൻ്റെ മീനിങ് എന്തായിരിക്കും? ഒച്ചിൻ്റെ വേഗത, വെരി സ്ലോലി എന്നതാണ് സ്നെയിൽ സ്പേസ് എന്ന ഇഡിയത്തിൻ്റെ മീനിങ്. ഓക്കെ, ദെൻ he racked his brains for some new idea that would bear fruit and bring him fortune. ഈ സെൻറ്റൻസിൽ വരുന്ന ഇഡിയം ഏതാണ്? he racked his brain. racked his brain എന്ന ഇഡിയത്തിൻ്റെ മീനിങ് എന്താണ്? നമ്മൾ പറയും തല പുകഞ്ഞ് ആലോചിക്കുക എന്ന്. അതാണ് racked his brain എന്ന ഇഡിയത്തിൻ്റെ മീനിങ്. to think very hard
ഓർ ഫോർ എ ലോങ് ടൈം എബൌട്ട് സംതിങ്. എന്തിനെങ്കിലും കുറിച്ച് നമ്മൾ എന്താണ് തല പുകഞ്ഞ് ആലോചിക്കുക, അല്ലെങ്കിൽ എന്താണ് ഒരുപാട് സമയം അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുക. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? റാക്ഡ് യുവർ ബ്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇതേ സെൻറ്റൻസിൽ വരുന്ന നെക്സ്റ്റ് ഒരു ഇഡിയമാണ് ബെയർ ഫ്രൂട്ട്. ബെയർ ഫ്രൂട്ട് എന്ന ഇഡിയത്തിൻ്റെ മീനിങ് ആണ് ബ്രിങ് റിസൾട്ട്. ബ്രിങ് റിസൾട്ട്. ദെൻ ആഫ്റ്റർ വീക്സ് he realized that the answer was right under his nose. നെക്സ്റ്റ് ഒരു ഇഡിയമാണ് റൈറ്റ് അണ്ടർ ഹിസ് നോസ്. റൈറ്റ് അണ്ടർ ഹിസ് നോസ് എന്ന് പറഞ്ഞാൽ എന്താ? ജസ്റ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിം. ജസ്റ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിം എന്നാണ് ഈ ഇഡിയത്തിൻ്റെ മീനിങ്. അപ്പോഴെന്താണ്, അവൻ ഒരു ന്യൂ ഐഡിയയ്ക്ക് വേണ്ടിയിട്ട്, ഒരു പുതിയ ആശയത്തിന് വേണ്ടിയിട്ട് തല പുകഞ്ഞ് ആലോചിക്കുകയാണ്. അപ്പോൾ അതിനുള്ള ഉത്തരം, അതിനുള്ള ആൻസർ എവിടെയുണ്ട്? തൊട്ട് അടുത്ത് തന്നെ ഉണ്ട് എന്ന മീനിങ്ങിലാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ദെൻ ഹി വുഡ് ക്രിയേറ്റ് എ ഗാഡ്ജറ്റ് ദാറ്റ് ക്ലീൻസ് ദി കിച്ചൺ വൈൽ പീപ്പിൾ സ്ലീപ്പ്. അപ്പോൾ പുതിയ ഐഡിയ എന്തായിരുന്നു? ഒരു ഗാഡ്ജറ്റ്, ഒരു യന്ത്രം ക്രിയേറ്റ് ചെയ്യുക. എല്ലാവരും ഉറങ്ങിയ സമയത്ത് അത് മുഴുവനായിട്ട് ക്ലീൻ ചെയ്യുക. കിച്ചണൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു യന്ത്രമാണ് ആര്? ജോർജ് ഒരുപാട് സമയത്തെ ആലോചനയ്ക്ക് ശേഷം കണ്ടെത്തിയത്. അതാണ് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. ദെൻ നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. സിൻസ് ഹി ന്യൂ ഹി നീഡഡ് ടു മേക്ക് അപ്പ് ഫോർ ലോസ്റ്റ് ടൈം ഹി ബിഗാൻ ടു ബേൺ ദി കാൻഡിൽ അറ്റ് ബോത്ത് എൻഡ്സ്. ദെൻ ഇതിൽ വരുന്ന നെക്സ്റ്റ് ഒരു വേർഡാണ് മേക്കപ്പ്. മേക്കപ്പ് എന്നത് എന്താണ്? ഒരു ഇഡിയമാണോ? അല്ല, നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നു. മേക്കപ്പ് എന്നത് എന്താണ്? ഒരു ഫ്രേസൽ വെർബാണ്. കാരണം മേക്ക് എന്ന വെർബിൻ്റെ കൂടെ അപ്പ് എന്ന പാർട്ടിക്കിൾ ചേർന്നപ്പോഴാണ് മേക്കപ്പ് എന്ന വേർഡ് ഉണ്ടായിട്ടുള്ളത്. അപ്പോഴെന്താണ് മേക്കപ്പ് എന്ന വേർഡിൻ്റെ മീനിങ് എന്താണ്? കോമ്പൻസേറ്റ്, ടു കോമ്പൻസേറ്റ്. ഇതൊരു ഫ്രേസൽ വെർബാണ്. ഓക്കെ, ദെൻ ഹി ബിഗാൻ ടു ബേൺ ദി കാൻഡിൽ അറ്റ് ബോത്ത് എൻഡ്സ്. നെക്സ്റ്റ് ഒരു ഇഡിയമാണ് ബേൺ ദി കാൻഡിൽ അറ്റ് ബോത്ത് എൻഡ്സ്. ഒരു മെഴുകുതിരിയുടെ രണ്ടറ്റവും കത്തിക്കുക എന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് എന്തായിരിക്കും? വർക്ക് വെരി ഹാർഡ്. ഒരുപാട് സമയത്തെ പ്രയത്നം, വർക്ക് ചെയ്യലാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ബേൺ ദി കാൻഡിൽ അറ്റ് ബോത്ത് എൻഡ്സ്, മെഴുകുതിരിയുടെ രണ്ടറ്റവും കത്തിക്കുക എന്ന് വെച്ചാൽ എന്താണ്? വർക്ക് വെരി ഹാർഡ്. ഓക്കെ, ദെൻ ഡ്യൂറിങ് ദി ഡേ he continued his job, but he worked late into the night. After many experiments, he felt that success was round the corner. Round the corner ആണ് നെക്സ്റ്റ് ഒരു ഇഡിയം. മീനിങ് എന്താണ്? റൗണ്ട് ദി കോർണർ എന്ന് വെച്ചാൽ വെരി നിയർ. സക്സസ്, വിജയം തൊട്ടടുത്ത് തന്നെയുണ്ട്. റൗണ്ട് ദി കോർണർ മീൻസ് വെരി നിയർ. Finally, he invented the gadget. Now I just to find someone to help me sell this product, he thought to himself. That's when he felt he was at his wits' end. At his wits' end ആണ് അടുത്ത ഇഡിയം. എന്താണ് അറ്റ് ഹിസ് വിറ്റ്സ് എൻഡ് എന്ന ഇഡിയത്തിൻ്റെ മീനിങ്? അണേബിൾ ടു തിങ്ക് വാട്ട് ടു ഡു. അണേബിൾ ടു തിങ്ക് വാട്ട് ടു ഡു മീൻസ് നമ്മൾ ചില സമയങ്ങളിൽ എന്ത് ചെയ്യണം എന്ന് അറിയാതെ, എന്ത് ചെയ്യണമെന്നറിയാതെ ആലോചിച്ചിരിക്കുന്ന, ചിന്തിച്ചിരിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ അതാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അറ്റ് ലാസ്റ്റ് ഹി മെയ്ഡ് അപ്പ് ഹിസ് മൈൻഡ് ടു ഫൈൻഡ് ആൻ ഇൻവെസ്റ്റർ. ദെൻ നെക്സ്റ്റ് ഒരു ഇഡിയമാണ് മെയ്ഡ് അപ്പ് ഹിസ് മൈൻഡ്. മനസ്സിനെ പാകപ്പെടുത്തുക എന്ന മീനിങ്ങിൽ. എന്താ? ടു ഡിസൈഡ്. മെയ്ഡ് അപ്പ് ഹിസ് മൈൻഡ് മീൻസ് ടു ഡിസൈഡ്. ആഫ്റ്റർ മേക്കിംഗ് എ ഫ്യൂ പ്രസൻറ്റേഷൻസ് he found a man who was willing to invest. Soon after, they made an agreement. My friend learned that the investor was a man who often threw his weight around. Next ഒരു ഇഡിയമാണ് threw his weight around. Throw his weight around means tell people what to do in a bossy way. Tell people what to do in a bossy way. എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാത്തിനോടും എതിർത്ത് സംസാരിക്കുന്നവരുണ്ടായിരിക്കും.
നമ്മളൊരു കാര്യം പറഞ്ഞാലും അതിനെതിരെയായിട്ട് സംസാരിക്കുന്ന, അതാണ് എന്ത് ബോസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മറ്റുള്ളവരോട് എതിർത്ത് സംസാരിക്കുന്ന വ്യക്തിയായിരുന്നു ആര് എന്നാണ് ഇവിടെ പറയുന്നത്, ഇൻവെസ്റ്റർ. ഓക്കെ, ദെൻ ബട്ട് ഇറ്റ് വാസ് ടു ലേറ്റ് ടു ബാക്ക് ഔട്ട്. ദി ഡിസിഷൻ സീംഡ് ടു എഫക്റ്റ് ഹിം ബാഡ്ലി. ഹി ഫെൽറ്റ് ഹി വാസ് റണ്ണിങ് ഔട്ട് ഓഫ് സ്റ്റീം. നെക്സ്റ്റ് ഒരു ഇഡിയമാണ് റണ്ണിങ് ഔട്ട് ഓഫ് സ്റ്റീം. എന്താണ് റണ്ണിങ് ഔട്ട് ഓഫ് സ്റ്റീം എന്ന ഇഡിയത്തിൻ്റെ മീനിങ്? ടു ഫെയിൽ സ്ലോലി or lost his energy. To fail slowly or lost his energy. Okay. Right from the beginning, the two men locked horns. നെക്സ്റ്റ് ഒരു ഇഡിയമാണ് ലോക്ക്ഡ് ഹോൺസ്. അപ്പോൾ തുടക്കം മുതൽ തന്നെ ജോർജും ഇൻവെസ്റ്ററും എന്തിനായിരുന്നു വഴക്ക് കൂടിയിരുന്നത്, ഫൈറ്റ് ചെയ്തിരുന്നത്? ലോക്ക്ഡ് ഹോൺ എന്ന ഇഡിയത്തിൻ്റെ മീനിങ് ആണ് ടു ബിഗിൻ ദി ആർഗ്യുമെൻറ്റ് ഓർ ഫൈറ്റ്. ടു ബിഗിൻ ദി ആർഗ്യുമെൻറ്റ് ഓർ ഫൈറ്റ്. അപ്പോൾ തുടക്കം മുതൽ തന്നെ ഇവരെന്തിനു വേണ്ടിയായിരുന്നു ഫൈറ്റ് ചെയ്തിരുന്നത്? ദി ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ് ബിക്കെയിം എ ബോൺ ഓഫ് കണ്ടൻഷൻ ബിറ്റ്വീൻ ദം. അപ്പോൾ അവർ തമ്മിലുള്ള വഴക്കിന് കാരണം എന്തായിരുന്നു? ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നതിലായിരുന്നു അവർ തമ്മിൽ ഫസ്റ്റായിട്ട് ഫൈറ്റ് ഉണ്ടായത്. ഓക്കെ, അപ്പോൾ ഇതിൽ വരുന്ന നെക്സ്റ്റ് ഒരു ഇഡിയമാണ് ബോൺ ഓഫ് കണ്ടൻഷൻ. എന്താണ് ബോൺ ഓഫ് കണ്ടൻഷൻ എന്ന ഇഡിയത്തിൻ്റെ മീനിങ്? ദി സബ്ജക്റ്റ് ഓഫ് അഗ്രീമെൻറ്റ് ആൻഡ് ഡിസഗ്രീമെൻറ്റ്. ദി സബ്ജക്റ്റ് ഓഫ് അഗ്രീമെൻറ്റ് ആൻഡ് ഡിസഗ്രീമെൻറ്റ്. ഓക്കെ, ദെൻ ഹിസ് പാർട്ട്ണർ കെപ്റ്റ് ആഡിങ് ഫ്യൂവൽ ടു ദി ഫയർ ബൈ ക്വസ്റ്റ്യനിങ് ദി ഡിസൈൻ ഓഫ് ദി ക്ലീനിങ് ഗാഡ്ജറ്റ്. നെക്സ്റ്റ് ഒരു ഇഡിയമാണ് ആഡിങ് ഫ്യൂവൽ ടു ദി ഫയർ. നമ്മൾ കൂടുതൽ കേട്ടിട്ടുള്ള ഒരു പ്രയോഗമാണിത്. എന്താ? എരിതീയിൽ എണ്ണ ഒഴിക്കുക എന്ന് പറയും. ആഡിങ് ഫ്യൂവൽ ടു ദി ഫയർ. എന്താണ് ഈ ഇഡിയത്തിൻ്റെ മീനിങ്? എരിതീയിൽ എണ്ണ ഒഴിക്കുക എന്ന് വെച്ചാൽ മേക്ക് ദി സിറ്റുവേഷൻ വേഴ്സ്റ്റ്. മേക്ക് ദി സിറ്റുവേഷൻ വേഴ്സ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? സിറ്റുവേഷൻ വീണ്ടും വീണ്ടും എന്താണ് വഷളാക്കിക്കൊണ്ടിരിക്കുക. ഓരോന്ന് പറഞ്ഞ് ആ ഒരു സിറ്റുവേഷൻ എന്താണ് വീണ്ടും വീണ്ടും വഷളാക്കുക എന്ന മീനിങ്. They picked up fights off and on. George approached his elder brother and poured his heart out of them. Poured his heart out of them എന്ന ഇഡിയത്തിൻ്റെ മീനിങ് എന്താണ്? ഇത് ഈ സെൻറ്റൻസിൽ വരുന്ന നെക്സ്റ്റ് ഒരു ഇഡിയമാണ്. മീനിങ് ഈസ് ടു എക്സ്പ്രസ് വൺസ് ഇന്നർമോസ്റ്റ് തോട്ട്സ് ഓർ ഫീലിങ്സ്. ടു എക്സ്പ്രസ് വൺസ് ഇന്നർമോസ്റ്റ് തോട്ട്സ് ഓർ ഫീലിങ്സ് ഓർ ടോൾഡ് എവരിത്തിങ്. മനസ്സ് തുറന്ന് സംസാരിക്കുക എന്നതാണ് ഈ ഇഡിയത്തിൻ്റെ മീനിങ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? ജോർജ് തൻ്റെ ബ്രദറിനോട് എല്ലാ കാര്യങ്ങളും മനസ്സ് തുറന്ന് സംസാരിക്കാൻ തീരുമാനിക്കുകയാണ്, മനസ്സ് തുറന്ന് സംസാരിക്കുകയാണ്. ബട്ട് ഹി റിയലൈസ്ഡ് ദാറ്റ് ഹി വാസ് ബാർക്കിംഗ് അപ്പ് ദി റോങ് ട്രീ. ബട്ട് ഹി സൂൺ റിയലൈസ്ഡ് he was barking up the wrong tree. നെക്സ്റ്റ് ഒരു ഇഡിയമാണ് barking up the wrong tree. Meaning is doing something useless. Doing something useless. Barking up the wrong tree means നമുക്ക് ചിലരോട് സംസാരിക്കുന്ന സമയത്ത് എന്താണ്, അത് പറയേണ്ടിയില്ലായിരുന്നു എന്ന് തോന്നും, പറഞ്ഞിട്ടൊരു കാര്യവുമില്ല എന്ന് തോന്നും. അതാണ് ബാർക്കിംഗ് അപ്പ് ദി റോങ് ട്രീ എന്ന ഇഡിയത്തിൻ്റെ മീനിങ്. അപ്പോഴെന്താണ്? ജോർജ് തൻ്റെ എല്ലാ പ്രശ്നങ്ങളും ആരുമായിട്ട് ഷെയർ ചെയ്തു? ബ്രദറുമായിട്ട് ഷെയർ ചെയ്തു. പക്ഷേ ജോർജിന് പിന്നീട് തോന്നാണ് അതിൽ യാതൊരുവിധ കാര്യവുമില്ലായിരുന്നു എന്ന്. ഓക്കെ, ദി ബ്രദർ ഡിഡിൻറ്റ് തിങ്ക് ഇറ്റ് വാസ് വർത്ത് ദി ഫൈറ്റ്, ബട്ട് ജോർജ് സ്റ്റക്ക് ടു ഹിസ് ഗൺസ് ആൻഡ് ഡിസൈഡഡ് ടു ഗോ ദി ഹോൾ ഹോഗ്. ഈ സെൻറ്റൻസിൽ വരുന്ന നെക്സ്റ്റ് ഒരു ഇഡിയമാണ് stuck to his guns. Stuck to his guns means decided to continue doing what he was doing. Decided to continue doing what he was doing. തൻ്റെ തീരുമാനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക എന്ന മീനിങ് ആണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ജോർജ് തൻ്റെ എല്ലാ പ്രശ്നങ്ങളും ആരോട് പറഞ്ഞു?
ഏട്ടനോട് പറഞ്ഞു, ബ്രദറിനോട് പറഞ്ഞു. പക്ഷേ എന്താണ്, ബ്രദറിന് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനായില്ല. അപ്പോഴെന്താണ്, ജോർജ് തൻ്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്നിട്ട് അതുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഓക്കെ, അതാണ് ഇവിടെ വരുന്ന മീനിങ്. He took the investor to court, where it was settled in George's favor. George made his millions, but the whole experience had wreaked havoc on his life. നെക്സ്റ്റ് ഒരു ഇഡിയമാണ് റക്ട് ഹാവോക്ക്. റക്ട് ഹാവോക്ക് മീൻസ് ബ്രോട്ട് എ ലോട്ട് ഓഫ് പ്രോബ്ലംസ്. ബ്രോട്ട് എ ലോട്ട് ഓഫ് പ്രോബ്ലംസ്. അപ്പോഴെന്താണ്, ജോർജ് പിന്നീട് ഇൻവെസ്റ്റർ കോടതി കയറ്റുകയാണ്. അങ്ങനെ കോടതി വിധി ആർക്ക് ഫേവറായിട്ടാണ് വന്നത്? ജോർജിന് ഫേവറായിട്ടാണ് വന്നത്. ഒരുപാട് പണം അതിലൂടെ സമ്പാദിച്ചെങ്കിൽ പോലും മുന്നേ ഉണ്ടായിരുന്ന അനുഭവങ്ങൾ ജോർജിന് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാക്കി. അപ്പോൾ ഇവിടെ വരുന്ന ഇഡിയം ഏതാണ്? റക്ഡ് ഹാവോക്ക്. റക്ഡ് ഹാവോക്ക് മീൻസ് ബ്രോട്ട് എ ലോട്ട് ഓഫ് പ്രോബ്ലംസ്. ഓക്കെ, ദെൻ ജോർജ് വാസ് ബാഡ്ലി ലുക്കിംഗ് ഫോർ എ ഷോൾഡർ ടു ക്രൈ ഓൺ. നെക്സ്റ്റ് ഒരു ഇഡിയമാണ് ലുക്കിംഗ് ഫോർ എ ഷോൾഡർ ടു ക്രൈ ഓൺ. മീനിങ് ഈസ് എ പേഴ്സൺ ഹു ഗിവ്സ് യു സിമ്പതി. എ പേഴ്സൺ ഹു ഗിവ്സ് യു സിമ്പതി. അപ്പോൾ ജോർജിനപ്പോൾ ആവശ്യം ആരെയായിരുന്നു? തൻ്റെ പ്രശ്നങ്ങളൊക്കെ പങ്കുവെക്കാൻ, തന്നെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരാളെ കണ്ടെത്തുക എന്നതായിരുന്നു ജോർജിനപ്പോൾ വേണ്ടത്. ഇറ്റ് വാസ് അറ്റ് ദിസ് ടൈം ദാറ്റ് എ ബിസിനസ് വ്യൂമൻ എക്സ്പ്രസ്ഡ് ഹെർ ഡിസയർ ടു ടൈ ദി നോട്ട് വിത്ത് ഹിം. ആ സമയത്താണ് ഒരു ബിസിനസ് വ്യൂമൻ അവർക്ക് ജോർജിനെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട് എന്ന് അറിയിക്കുന്നത്. നെക്സ്റ്റ് ഒരു ഇഡിയമാണ് ടു ടൈ ദി നോട്ട്. മീനിങ് ഈസ് ഗെറ്റ് മാരീഡ്. ഓക്കെ, ദേ സൂൺ ഗോട്ട് മാരീഡ്. ജോർജ് എന്തൂസിയാസം ഇൻക്രീസ്ഡ് ഇൻ ലീപ്സ് ആൻഡ് ബൗണ്ട്സ്. അപ്പോൾ നെക്സ്റ്റ് ഒരു ഇഡിയമാണ് ഈ സെൻറ്റൻസിൽ വരുന്ന ലീപ്സ് ആൻഡ് ബൗണ്ട്സ്. ലീപ്സ് ആൻഡ് ബൗണ്ട്സ് മീൻസ് ഇൻ എ ഗ്രേറ്റ് വേ. അങ്ങനെ എന്താണ്, ജോർജിൻ്റെ എന്തൂസിയാസം, ജോർജിൻ്റെ സന്തോഷം ഇരട്ടിക്കുകയാണ്. ഇൻ എ ഗ്രേറ്റ് വേ. അതാണ് ഏത് ഇഡിയത്തിൻ്റെ മീനിങ്? ഇൻ ലീപ്സ് ആൻഡ് ബൗണ്ട്സ് എന്ന ഇഡിയത്തിൻ്റെ മീനിങ്. ഓക്കെ, ദെൻ ഹി സൂൺ റിയലൈസ്ഡ് ദാറ്റ് ഹി ഹാഡ് ഫൗണ്ട് ഹിസ് മാച്ച് ഇൻ ഹെർ. ഹി സൂൺ റിയലൈസ്ഡ് ദാറ്റ് ഹി ഹാഡ് ഫൗണ്ട് ഹിസ് മാച്ച് ഇൻ ഹെർ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ദി ഇൻവെൻറ്റേഴ്സ് ലെസൺ എന്ന ഈ ഒരു പാട്ടിൽ വരുന്നത്. ഇനി പേജ് നമ്പർ 45 എക്സസൈസ് 2. അതിൽ ഇഡിയംസും മീനിങ്സും മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നമുക്കതൊന്ന് മാച്ച് ചെയ്യാം. ഫസ്റ്റ് വരുന്നതാണ് എ ബോൺ ഓഫ് കണ്ടൻഷൻ. എ ബോൺ ഓഫ് കണ്ടൻഷൻ എന്ന ഇഡിയത്തിൻ്റെ മീനിങ് ആണ് എ സബ്ജക്റ്റ് വിച്ച് കോസസ് ഡിസഗ്രീമെൻറ്റ് ആൻഡ് ആർഗ്യുമെൻറ്റ്. എ സബ്ജക്റ്റ് വിച്ച് കോസസ് ഡിസഗ്രീമെൻറ്റ് ആൻഡ് ആർഗ്യുമെൻറ്റ്. അപ്പോൾ ടെക്സ്റ്റുള്ളവരെല്ലാവരും ഇതൊന്ന് ജോയിൻ ചെയ്യാം. ഓക്കെ, ദെൻ സെക്കൻഡ് ഇഡിയമാണ് എ ഷോൾഡർ ടു ക്രൈ ഓൺ. എ ഷോൾഡർ ടു ക്രൈ ഓൺ മീൻസ് എ പേഴ്സൺ ഹൂ ഗിവ്സ് യു സിമ്പതി. എ പേഴ്സൺ ഹൂ ഗിവ്സ് യു സിമ്പതി. ദെൻ തേർഡ് വൺ ബാർക്കിംഗ് അപ്പ് ദി റോങ് ട്രീ. ബാർക്കിംഗ് അപ്പ് ദി റോങ് ട്രീ മീൻസ് ടു മേക്ക് ദി റോങ് ചോയ്സ് or ask the wrong person. To make the wrong choice or ask the wrong person. Okay, then fourth one burn the candle at both ends. Meaning is to do too many things and going to bed late. To do too many things and going to bed late. Then fifth one is by leaps and bounds. By leaps and bounds means very quickly in large amount. Very quickly in large amount. Okay, then seventh one pour your heart out of somebody. Pour your heart out of somebody means to tell somebody all your problems or feelings. To tell somebody all your problems or feelings. അപ്പോൾ നിങ്ങളിത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യട്ടോ, കറക്റ്റായിട്ട് ജോയിൻ ചെയ്യണം. ഓക്കെ, ദെൻ എയ്ത്ത് വൺ ഈസ് റാക്ക് യുവർ ബ്രെയിൻ.
rack your brain means to think very hard or for a long time about something. To think very hard or for a long time about something. Then ninth one is round the corner. Round the corner means very near. Then 10th one, run out of steam. Run out of steam means lose your energy and enthusiasms. Lose your energy and enthusiasms. Okay. 11th one, stick to your guns. Stick to your guns means to refuse to change your mind about something even when other people are trying to persuade. Then next one is throw your weight around. Throw your weight around means tell people what to do in a bossy way. Tell people what to do in a bossy way. Then next one, to tie the knot. Tie the knot means get married. Next one is wreaked havoc on. Wreaked havoc on means cause a lot of damage. Cause a lot of damage. And the last one is at your wits' end. At your wits' end means to be so worried about a problem that you do not know what to do next. To be so worried about a problem that you do not know what to do next. Okay? അപ്പോൾ ഇഡിയംസ് എന്താണെന്നും ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത 15 ഇഡിയംസും അതിൻ്റെ മീനിങ്സും കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിലേക്ക് നിങ്ങൾ ചെയ്യേണ്ട ഒരു വർക്കാണ് പേജ് നമ്പർ 47 എക്സസൈസ് 3. ക്വസ്റ്റ്യൻ എന്താണ്? ഫില്ലിംഗ് ദ ബ്ലാങ്ക് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത 15 ഇഡിയംസ്, ഇതിലൊരു 15 സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താണ്, ബ്ലാങ്ക് ആയിട്ട് ഒരു ഭാഗവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ഇഡിയംസ് വെച്ചുകൊണ്ട് ബ്ലാങ്ക് ആയിട്ടുള്ള ഭാഗം ഫിൽ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് ഒന്ന് റെഡിയാക്കി വയ്ക്കുക. ഓക്കെ, ഇനി ഈ മൊഡ്യൂളിൻ്റെ ലാസ്റ്റ് പാർട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.